Hi students, today we are going to discuss about logical address space, physical address space, dynamic loading, dynamic linking. Okay, അപ്പോൾ ഈ ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോജിക്കൽ വേഴ്സസ് ഫിസിക്കൽ അഡ്രസ് സ്പേസിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു ലോജിക്കൽ അഡ്രസ് ഉണ്ട്, ഓക്കെ, ലോജിക്കൽ അഡ്രസ്സും ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്, ഫിസിക്കൽ അഡ്രസ്സും ആണ് ഉള്ളത്. ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വൽ അഡ്രസ്, ദാറ്റ് മീൻസ് ദ അഡ്രസ് ഓഫ് ദി മെയിൻ മെമ്മറി. മെയിൻ മെമ്മറി എന്ന് പറയുന്നത് ഓരോ ഡിഫറെൻറ്റ് പാർട്സ് ആണല്ലോ, അല്ലേ? കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കോണ്ടിഗസ് ബ്ലോക്സ് ഓഫ് മെമ്മറി എന്നാണ് നമ്മൾ മെയിൻ മെമ്മറിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത്. കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ബ്ലോക്സ് ഓഫ് മെമ്മറി, അതാണ് മെയിൻ മെമ്മറി. അപ്പോൾ ഓരോ ബ്ലോക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്? അഡ്രസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ആക്ച്വൽ അഡ്രസ്. അപ്പോൾ നെക്സ്റ്റ്, ദ ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ അഡ്രസ് ആർ ദ സെയിം in compile time and load time address binding schemes. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പൈൽ ടൈം അഡ്രസ് ബൈൻഡിങ്ങും ലോഡ് ടൈം അഡ്രസ് ബൈൻഡിങ് കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്പൈൽ ടൈം അഡ്രസ് ബൈൻഡിങ്ങിൻ്റെ കേസിലും ലോഡ് ടൈം അഡ്രസ് ബൈൻഡിങ്ങിൻ്റെ കേസിലും നമ്മുടെ ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ അഡ്രസ് എന്താണ്? സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ they are different at the time of execution time address binding. അപ്പോൾ നമ്മുടെ ഈ ലോജിക്കൽ അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ്സും ഡിഫറെൻ്റ് ആവുന്ന ടൈം എപ്പോഴാണെന്ന് വെച്ചാൽ എക്സിക്യൂഷൻ ടൈമിൽ രണ്ട് തന്നെയാണ്. ലോജിക്കൽ അഡ്രസ്സ്, ഫിസിക്കൽ അഡ്രസ്സും ഒക്കെ എന്താണ്? ദേ ആർ ഡിഫറെൻറ്റ് അറ്റ് ദ ടൈം ഓഫ് എക്സിക്യൂഷൻ ടൈം അഡ്രസ് ബൈൻഡിങ്. അപ്പോൾ നമ്മുടെ കമ്പൈൽ ടൈം അഡ്രസ് ബൈൻഡിങ്ങിലും ലോഡ് ടൈം അഡ്രസ് ബൈൻഡിങ്ങിലും നമ്മുടെ ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ അഡ്രസ്സ് എന്താണ്? സെയിം ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം സി പി യു ജനറേറ്റ്സ് ദ ലോജിക്കൽ അഡ്രസ്സ്. സി പി യു ആണ് എന്ത് ജനറേറ്റ് ചെയ്യുന്നത്? ലോജിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ലോജിക്കൽ അഡ്രസ്സിന് ഫിസിക്കൽ അഡ്രസ്സ്, ദാറ്റ് ഈസ് റിയൽ അഡ്രസ്സിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് ആരാണ്? MMU ആണ്. അപ്പോൾ ഈ MMU യൂണിറ്റ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ലോജിക്കൽ അഡ്രസ്സിൻ്റെ കൂടെ നമ്മുടെ റീലൊക്കേഷൻ രജിസ്റ്ററിൻ്റെ അകത്തുള്ള അഡ്രസ്സും കൂടെ ആഡ് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് ഫിസിക്കൽ അഡ്രസ്സ് ലഭിക്കുന്നത്. ദിസ് ഈസ് ദ മെയിൻ മെമ്മറി. ഓക്കെ, ദിസ് ഈസ് ദ മെയിൻ മെമ്മറി. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ലോജിക്കൽ അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ്സും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാം. ഈ ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് വെർച്വൽ അഡ്രസ് ആണ്. അത് ജനറേറ്റ് ചെയ്യുന്നത് ആരാണ്? CPU ആണ്. പിന്നെ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പ്രൈമറി മെമ്മറിൻ്റെ അകത്തുള്ള ലൊക്കേഷനാണ്. ദ ഫിസിക്കൽ അഡ്രസ് ഇസ് എ ലൊക്കേഷൻ ഇൻ എ മെമ്മറി യൂണിറ്റ്. ഒരു മെമ്മറി യൂണിറ്റിലെ ലൊക്കേഷൻ, മെമ്മറി യൂണിറ്റിൻ്റെ ഓരോ ബ്ലോക്കിൻ്റെ ലൊക്കേഷൻ ആണ് നമ്മുടെ ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത്. അഡ്രസ് സ്പേസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ലോജിക്കൽ അഡ്രസ്സസ് ജനറേറ്റഡ് ബൈ CPU ഇൻ റെഫറൻസ് ടു എ പ്രോഗ്രാം ഈസ് റെഫേർഡ് ആസ് ലോജിക്കൽ അഡ്രസ് സ്പേസ്. അപ്പോൾ ലോജിക്കൽ അഡ്രസ് സ്പേസ് ഈ അഡ്രസ് സ്പേസ്, നമ്മുടെ ലോജിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ലോജിക്കൽ അഡ്രസ്സസ് ജനറേറ്റഡ് ബൈ ദ CPU ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ജനറേറ്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് ലോജിക്കൽ അഡ്രസ്സസിനെയാണ് നമ്മൾ ലോജിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഒരു മെമ്മറിയുടെ ഒരു ബ്ലോക്ക് മാത്രമല്ല ഉപയോഗിക്കുക, അല്ലേ? കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ബ്ലോക്കോ അല്ലെങ്കിൽ വേറെ റെഫറൻസ് ചെയ്യുന്ന വേറെ ബ്ലോക്കോ അതൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ അത്രയും സെറ്റ് ഓഫ് എന്താണ്? ഫിസിക്കൽ അഡ്രസ്സസ്. സെറ്റ് ഓഫ് ഓൾ ഫിസിക്കൽ അഡ്രസ്സസ് മാപ്പ് ടു ദ കറസ്പോണ്ടിങ് ലോജിക്കൽ അഡ്രസ്സ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ലോജിക്കൽ അഡ്രസ്സിനെ മാപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് സെറ്റ് ഓഫ് ഫിസിക്കൽ അഡ്രസ്സിൻ്റെ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത്, ഓർ ഫിസിക്കൽ അഡ്രസ്. ഓക്കെ, ഫിസിക്കൽ അഡ്രസ് സ്പേസ്. നെക്സ്റ്റ്, വിസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലോജിക്കൽ അഡ്രസ്സിന് യൂസറിന് ക്യാൻ വ്യൂ.
യൂസറിന് കാണാൻ സാധിക്കും. ലോജിക്കൽ അഡ്രസ്സ് പ്രോഗ്രാം വൈസ് നമുക്ക് മനസ്സിലാക്കാനും കാണാനും ഒക്കെ സാധിക്കും. പക്ഷെ ഒരിക്കലും ഒരു യൂസറിന് നമ്മളെ പ്രോഗ്രാമിന്റെ ഫിസിക്കൽ അഡ്രസ്സ് ഒരിക്കലും വ്യൂ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ നമ്മുടെ ലോജിക്കൽ അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ്സും തമ്മിലുള്ള ആക്സസ് ആണ് പറയുന്നത്. The user uses the logical address to access the physical address. യൂസർ ഒരിക്കലും നമ്മുടെ ഫിസിക്കൽ അഡ്രസ്സ് എന്താണെന്ന് അറിയുന്നില്ല. ഓക്കെ, അങ്ങനെയുള്ള ഫിസിക്കൽ അഡ്രസ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂസർ ലോജിക്കൽ അഡ്രസ്സ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ലോജിക്കൽ അഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യൂസറിന് ഫിസിക്കൽ അഡ്രസ്സ് ഏതാണെന്ന് മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നത്. പിന്നെയുള്ള ആക്സസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും യൂസറിന് ഡയറക്റ്റ്ലി നമ്മുടെ ഫിസിക്കൽ അഡ്രസ്സ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ത്രൂ ദി ലോജിക്കൽ അഡ്രസ്സ്, ലോജിക്കൽ അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് ഫിസിക്കൽ അഡ്രസ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നല്ലാതെ ഒരിക്കലും യൂസറിനെ ഡയറക്റ്റ്ലി ഫിസിക്കൽ അഡ്രസ്സ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഓക്കെ, പിന്നെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലോജിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്നത് CPU ആണ്. അത് ശ്രദ്ധിക്കണം. നമ്മുടെ ലോജിക്കൽ അഡ്രസ്സ് ഓർ വെർച്വൽ മെമ്മറി എന്ന് പറയുന്ന സാധനം വെർച്വൽ മെമ്മറിയാണ്. ലോജിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്ന CPU ആണ്. ബട്ട് ഫിസിക്കൽ അഡ്രസ്സ് ഈസ് കമ്പ്യൂട്ടഡ് ബൈ MMU യൂണിറ്റ് ആണ് ഫിസിക്കൽ അഡ്രസ്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡൈനാമിക് ലോഡിംഗ് ആണ്. ഡൈനാമിക് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൈനാമിക് ലോഡിംഗ് എന്താണെന്ന് നോക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എയിംസ് അറ്റ് മാക്സിമം CPU utilization, and for efficient CPU utilization we should keep more number of processes in the main memory, that is increase the degree of multiprogramming. ഓക്കെ, അതാണ് ശരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം എയിം ചെയ്യുന്നത്. മാക്സിമം എന്ത് ചെയ്യണം? CPU യൂട്ടിലൈസേഷൻ നടത്തണം. മാക്സിമം CPU യൂട്ടിലൈസേഷൻ നടത്തണമെങ്കിൽ നമുക്ക് നമ്മുടെ മെയിൻ മെമ്മറിയിൽ എന്തായിരിക്കണം? മാക്സിമം നമ്പർ ഓഫ് പ്രോസസ്സസ്, മെയിൻ മെമ്മറിയിലുള്ള നമ്പർ ഓഫ് പ്രോസസ്സസ് കൂടുതൽ ആയിരിക്കണം. ഓക്കെ, നമ്പർ ഓഫ് പ്രോസസ്സസ് കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് CPUവിന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും ഓരോന്നായിട്ട്. അപ്പോൾ നമ്മുടെ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് ആണ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. അതാണ് ശരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഇൻക്രീസ് ദ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ്. സപ്പോസ് ഇഫ് വി കീപ് ദ എൻറ്റയർ പ്രോസസ്സസ് വിത്തിൻ ദ മെയിൻ മെമ്മറി, നമ്മളിപ്പോൾ എല്ലാ പ്രോസസ്സസും മെയിൻ മെമ്മറിയിൽ സൂക്ഷിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ കാരണം ഓരോ പ്രോസസ്സിനും അതിൻ്റെതായിട്ട് ഒരുപാട് മെമ്മറിയും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. നമ്മുടെ മെയിൻ മെമ്മറിന്റെ സ്പേസ് എന്ന് പറയുന്നത് വളരെ കുറവേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കൊരിക്കലും എല്ലാ പ്രോസസ്സിനെയും അതിനകത്ത് നമ്മുടെ മെയിൻ മെമ്മറിയിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കില്ല. ബട്ട് നമ്പർ ഓഫ് പ്രോസസ്സസ് കൂടുതൽ ഉണ്ടാകുന്ന കേസസിൽ നമുക്കത് എന്തായിരിക്കും? CPU യൂട്ടിലൈസേഷൻ മാക്സിമം ആക്കുവാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നമ്മളെ മെയിൻ മെമ്മറിയിലുള്ള പ്രോസസ്സിന്റെ എണ്ണം, ദ നമ്പർ ഓഫ് പ്രോസസ്സസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ എല്ലാ പ്രോസസ്സിനെയും നമുക്ക് മെയിൻ മെമ്മറിയിൽ ഒരിക്കലും ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം മെയിൻ മെമ്മറിന്റെ സൈസ് എന്താണ്? ചെറുതാണ് കമ്പയർ ടു അതർ മെമ്മറി അല്ലേ? അതർ മെമ്മറിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെയിൻ മെമ്മറിന്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്കുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ മെയിൻ മെമ്മറിയുടെ സൈസ് വളരെ കുറവാണ്. സോ നമുക്ക് എല്ലാ പ്രോസസ്സിനെയും അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ നമ്പർ ഓഫ് പ്രോസസ്സിന്റെ എണ്ണം വർദ്ധിപ്പിക്കുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് CPU യൂട്ടിലൈസേഷൻ നടത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ കീപ്പ് ഇൻ മൈൻഡ് നമ്മളിവിടെ ഇപ്പോൾ ഇതെന്താണ്? സെക്കൻഡറി മെമ്മറിയാണ്. ഇത് സെക്കൻഡറി മെമ്മറിൻ്റെ അകത്ത് ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ താഴെ എഴുതണം നിങ്ങൾ നോട്ടൊക്കെ എഴുതുന്ന സമയത്ത് ഇവിടെ സെക്കൻഡറി മെമ്മറി എന്ന് എഴുതാം കേട്ടോ. സെക്കൻഡറി മെമ്മറിയാണ്. ദിസ് ഇസ് ദ മെയിൻ മെമ്മറി. ഓക്കെ, അപ്പോൾ ഈ മെയിൻ മെമ്മറിയുടെ സൈസ് എന്താണ്? വളരെ കുറവാണ്. അപ്പോൾ CPUവിന് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന എന്താണ്? മെയിൻ മെമ്മറിയാണ്. അല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് അതൊരിക്കലും സെക്കൻഡറി മെമ്മറി ആയിട്ടുള്ള ഡിസ്കിനല്ല ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്നത്. CPU ക്യാൻ ഡയറക്ട്ലി ആക്സസ് ദ മെയിൻ മെമ്മറി. മെയിൻ മെമ്മറിയുടെ സൈസ് കുറവാണ്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പം നമുക്ക് ഡൈനാമിക് ലോഡ്, അപ്പോൾ ഫ്യൂ നമ്പർ ഓഫ് പ്രോസസ്സിന്റെ മെയിൻ മെമ്മറി, കുറച്ച് പ്രോസസ്സ് മാത്രമേ നമുക്ക് മെയിൻ മെമ്മറിയിലേക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. കാരണം മെമ്മറിന്റെ സൈസ് വളരെ കുറവാണ്. ദ മെമ്മറി മാനേജ്മെന്റ് ടെക്നിക്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു ഇൻക്രീസ് ദ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് is only based on this concept. Dynamic loading is one such a technique, and the other methods are dynamic linking, overlays and virtual memory. അപ്പോൾ keep in mind എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? ഇൻക്രീസ് ദ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ്. ദാറ്റ് മീൻസ് CPU യൂട്ടിലൈസേഷൻ മാക്സിമൈസ് ചെയ്യുക. ദാറ്റ് ഈസ് മീൻസ് നമുക്ക് ഒരുപാട് പ്രോസസ്സിന് പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കണമെങ്കിൽ എല്ലാ പ്രോസസ്സും നമ്മുടെ മെയിൻ മെമ്മറിയിൽ ഉണ്ടായിരിക്കണം. ബട്ട് മെയിൻ മെമ്മറിന്റെ സൈസ് വളരെ കുറവാണ്. എല്ലാ പ്രോസസ്സിനെയും നമുക്ക് മെയിൻ മെമ്മറിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് എങ്ങനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാം? ബൈ യൂസിങ് ഡൈനാമിക് ലോഡിംഗ് ഉപയോഗിച്ച്
ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ അതർ ടെക്നിക്സ് എന്ന് പറയുന്നത് ഡൈനാമിക് ലിങ്കിങ് വഴി നമുക്ക് CPU യൂട്ടിലൈസേഷൻ മാക്സിമം ആക്കാൻ പറ്റും. പിന്നെ ഓവർലേസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, പിന്നെ വെർച്വൽ മെമ്മറി കോൺസെപ്റ്റ് ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് CPU യൂട്ടിലൈസേഷൻ മാക്സിമത്തിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഡൈനാമിക് ലോഡിങ്, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് വി ഹാവ് എ പ്രോഗ്രാം, നമുക്കൊരു പ്രോഗ്രാം ഉണ്ടെന്ന് വിചാരിക്കുക. ആ പ്രോഗ്രാമിനെ നമ്മൾ കമ്പൈൽ ചെയ്യിപ്പിച്ചു. ഇഫ് വി ഹാവ് എ പ്രോഗ്രാം, ഓക്കെ, ഒരു പ്രോഗ്രാം ഉണ്ട്, ആ പ്രോഗ്രാമിനെ നമ്മൾ കമ്പൈൽ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഒബ്ജക്റ്റ് കോഡാണ് കിട്ടുക. അപ്പോൾ ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു ബൈനറി കോഡാണ് വിത്ത് സീറോസ് ആൻഡ് വൺസ് അല്ലെ. ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത് എന്താണ്? ബൈനറി കോഡ് ഇൻ സീറോസ് ആൻഡ് വൺസ്. ദിസ് ഒബ്ജക്റ്റ് കോഡ് മേ ബി റെഫറിങ് ടു സം എക്സ്റ്റേണൽ സിംബൽസ് ഓർ എക്സ്റ്റേണൽ മൊഡ്യൂൾസ് വിച്ച് ആർ നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് കോഡ് ചിലപ്പോൾ റെഫർ ചെയ്യുക നമ്മളെ എക്സ്റ്റേണൽ മൊഡ്യൂൾസിനെ ആയിരിക്കും. അത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഒക്കെ ഉപയോഗിക്കുകയാണ് നമ്മുടെ പ്രോഗ്രാമിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ പ്രോഗ്രാമിൽ അത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടില്ല. സോ അതിന്റെ ഒബ്ജക്റ്റ് കോഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ പിന്നെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എവിടെയാണോ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ആ മൊഡ്യൂളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. ആ മൊഡ്യൂളിൽ നമുക്ക് റെഫർ ചെയ്യേണ്ട ഒരു ആവശ്യം വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരിക്കലും നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റ് കോഡിൽ നേരിട്ടായിട്ട് എന്തുണ്ടായിരിക്കില്ല? ഈ ഒരു റുട്ടീൻസിന്റെ ഒക്കെ പിന്നെ അല്ലെങ്കിൽ ഈ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസിന്റെ ഒക്കെ ഒബ്ജക്റ്റ് കോഡ് ഉണ്ടാകുന്നില്ല. സോ അപ്പോൾ ആ സമയത്ത് ലിങ്കർ എന്താണ് ചെയ്യുക? സോ വാട്ട് ദ ലിങ്കർ വിൽ ഡു? ഇറ്റ് ഈസ് ദ ലിങ്കർ വിൽ ലിങ്ക് ഓൾ ദോസ് മൊഡ്യൂൾസ് ഇൻ ടു ദിസ് ഒബ്ജക്റ്റ് കോഡ് ആൻഡ് ജനറേറ്റ് വൺ സിംഗിൾ ഒബ്ജക്റ്റ് കോഡ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്, ഒരു C പ്രോഗ്രാം ആണുള്ളത്, program.c. ഓക്കെ, നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്, അതെന്താണ്? ഒരു C പ്രോഗ്രാം ആണുള്ളത്. ആ C പ്രോഗ്രാം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ മെയിൻ ആണ്. അതിനകത്ത് ഒരു ഈഫ് ഫംഗ്ഷൻസ് ഉണ്ട്. ഈഫ് ക്ലോസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പൊ ഈഫ് ട്രൂ ആണെങ്കിൽ മാക്സ് എന്ന് പറയുന്നത് സപ്പോസ് ദിസ് ഇസ് എ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ, മാക്സ് മിനിമം എന്നൊക്കെ പറയുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് വിചാരിക്കുക. അപ്പോൾ ഇപ്പം ഈഫ് ഈസ് ട്രൂ ആണെങ്കിൽ മാത്രമേ മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യും? മാക്സ് ഫംഗ്ഷൻ ഒബ്ജക്റ്റ് കോഡ് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇപ്പൊ ഈഫ് കേസ് ഫോൾസ് ആണെങ്കിൽ മിൻ എന്ന് പറയുന്ന ഫംഗ്ഷന് മാത്രമേ ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മാക്സിന് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഞാനിപ്പോൾ ഫസ്റ്റ് ഞാൻ എന്താണ് സ്റ്റാറ്റിക് ലോഡിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്റ്റാറ്റിക് ലോഡിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റും. അപ്പോൾ ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റുന്ന സമയത്ത് ദിസ് ഇസ് ദ മെയിൻ്റെ ഒബ്ജക്റ്റ് കോഡാണ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്. സീറോസ് ഓഫ് വൺസ് എന്നുള്ളതാണ് ഒബ്ജക്റ്റ് കോഡ്. പിന്നെ മാക്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വേറൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ ആണെന്ന് സപ്പോസ് എക്സ്റ്റേണൽ മൊഡ്യൂൾ ആണെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റ് കോഡ് ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. മിൻ എന്ന് പറയുന്ന പിന്നെ എക്സ്റ്റേണൽ മൊഡ്യൂളിന്റെ ഒബ്ജക്റ്റ് കോഡും അവൈലബിൾ ആണ്. അപ്പം ഈ ലിങ്കർ എന്താ ചെയ്യുക? നമ്മുടെ ഇതിനൊക്കെ ലിങ്ക് ചെയ്യിപ്പിക്കുക. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എന്താണോ നമ്മുടെ പിന്നെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്. അത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് അതിൻ്റെതായിട്ടുള്ള ഫയൽസിലാണ് ഡിഫൈൻ ചെയ്യുക. ലിങ്കറാണ് ലിങ്ക് ചെയ്യിപ്പിക്കുക എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ലിങ്കർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ മെയിനെയും ഈ മാക്സ് എന്ന് പറയുന്ന അതിന്റെ ഒബ്ജക്റ്റ് കോഡിനെയും മിൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് കോഡിനെയും ഒക്കെ ലിങ്ക് ചെയ്യിപ്പിച്ചിട്ട് ഒരു സിംഗിൾ ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റും. ഓക്കെ, അപ്പോൾ ഈ സിംഗിൾ ഒബ്ജക്റ്റ് കോഡിനെ ലോഡർ വിൽ ലോഡ്സ് ഇൻ ടു മെയിൻ മെമ്മറി. ലോഡർ എന്താക്കി മാറ്റുന്നു? മെയിൻ മെമ്മറിയിലേക്ക്. അപ്പോൾ മെയിൻ മെമ്മറിയിൽ മെയിൻ എന്ന് പറയുന്ന അതിന്റെ ഒബ്ജക്റ്റ് കോഡ് ഉണ്ട്, മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഒബ്ജക്റ്റ് കോഡ് ഉണ്ട്, മിൻ എന്ന് പറയുന്ന റുട്ടീന്റെ ഒബ്ജക്റ്റ് കോഡ് ഉണ്ട്. അപ്പൊ ഇതിന് പറയാ സ്റ്റാറ്റിക് ബൈൻഡിങ് എന്നാണ് പറയാ. ഓക്കെ, എന്നിട്ട് പിന്നീടാണ് മെയിൻ മെമ്മറിയിൽ എന്ത് ചെയ്യുന്നത്? നമ്മുടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. റണ്ട് ഫോർ എക്സാമ്പിൾ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇത് സ്റ്റാറ്റിക് ബൈൻഡിങ്, കാരണം എല്ലാം നമ്മൾ യോജിപ്പിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ലോഡ് ഇൻ ടു ദ മെയിൻ മെമ്മറി ഫോർ എക്സിക്യൂഷൻ ചെയ്യാൻ വേണ്ടി മെയിൻ മെമ്മറി ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പറയാം സ്റ്റാറ്റിക് ലോഡിങ് എന്നാണ് പറയാ. ഇപ്പൊ ഡൈനാമിക് ലോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ മെയിൻ്റെ ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ മെയിൻ്റെ ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്തു. ദെൻ മെയിനിന്റെ ഒബ്ജക്റ്റ് കോഡ് എന്ത് ചെയ്യുന്ന ലോഡർ എന്ത് ചെയ്യിപ്പിക്കാണ്? മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യിപ്പിച്ചിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാണ്. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈഫ് എന്ന് പറയുന്ന കണ്ടീഷൻ ട്രൂ ആണ്.
ട്രൂ ആണെങ്കിൽ മാത്സിന്റെ മാത്രം ഒബ്ജക്റ്റ് കോഡ് നമുക്ക് നമ്മുടെ മെയിൻ മെമ്മറിയിൽ ലോഡ് ചെയ്താൽ മതി. മിന്നിന്റെ ഒബ്ജക്റ്റ് കോഡ് മെയിൻ മെമ്മറിയിൽ ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സപ്പോസ് ഇപ്പോൾ ഈഫ് ക്ലോസ് ഫാൾസ് ആണെങ്കിൽ മാത്സ് വർക്ക് ചെയ്യുമോ? ഇല്ല. ഏതാണ് വർക്ക് ചെയ്യുക? മിന്നാണ് വർക്ക് ചെയ്യുക. അപ്പൊ മിന്നിന്റെ മാത്രം ഒബ്ജക്റ്റ് കോഡ് എന്ത് ചെയ്താൽ മതി? മെയിൻ മെമ്മറിയിലേക്ക് എന്ത് ചെയ്താൽ മതി? ലോഡ് ചെയ്താൽ മതി. അപ്പോൾ ലോഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ നമുക്കിപ്പോൾ എല്ലാം ഇപ്പൊ മിന്നും മാത്സും എല്ലാം നമ്മൾ ലോഡ് ചെയ്യാന്ന് പറയുമ്പോൾ മെമ്മറി കുറേ ആവശ്യമായിട്ട് വരും. പക്ഷേങ്കിൽ ഇത് എക്സിക്യൂഷൻ ടൈമിൽ, അറ്റ് ദ ടൈം ഓഫ് എക്സിക്യൂഷൻ ഓൺ വാട്ട് വി വാണ്ട്, നമുക്ക് ആവശ്യമുള്ളതിന്റെ മാത്രം ഒബ്ജക്റ്റ് കോഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മെമ്മറി അവിടെ ഒഴിവാവും, അത് വേറെ പ്രോഗ്രാമിന് യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനെയാണ് മെമ്മറി അല്ലെങ്കിൽ CPU യൂട്ടിലൈസേഷൻ നടത്തുന്നതും മെമ്മറിയിൽ കുറെ പ്രോഗ്രാംസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. വേറെ പ്രോഗ്രാംസിന്റെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് കിട്ടും. ഓക്കെ, അപ്പോൾ അതിനാണ് എന്താണ് ഡൈനാമിക് ലോഡിംഗ് എന്ന് പറയുന്നത്. വിത്ത് ഡൈനാമിക് ലോഡിംഗ് എ റുട്ടീൻ ഇസ് നോട്ട് ലോഡഡ് അണ്ടിൽ ഇറ്റ് ഈസ് കോൾഡ്. ഓക്കെ, അത് കോൾ ചെയ്യുന്നത് വരെ ഒരിക്കലും അത് ലോഡ് ചെയ്യുന്നില്ല. ഓക്കെ, വിത്ത് ഡൈനാമിക് ലോഡിംഗ് a routine is not loaded until it is called. All routines are kept on disk in a relocatable load format. Relocatable load formatൽ എല്ലാ റൂട്ടീൻസും നമ്മുടെ ഡിസ്കിൽ കിടക്കുകയാണ്. The main program is loaded into memory. Main program എന്താണ്? മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നുണ്ട് and is executed. When a routine needs to call another routine, the calling routine first checks to see whether the other routine has been loaded. അപ്പൊ മെയിൻ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ചെക്ക് ചെയ്യും, മെയിൻ ആവശ്യമായിട്ടുള്ള ബാക്കിയൊക്കെ അത് ലോഡ് ചെയ്തിട്ടുണ്ടോ. ഇഫ് നോട്ട്, അങ്ങനെ ഇല്ലെങ്കിൽ, ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ, മെമ്മറി ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ, ദ റീലൊക്കേറ്റബിൾ linking loader is called to load the desired routine into memory. മെമ്മറിയിൽ ആവശ്യമുള്ള റൂട്ടീൻ എന്ത് ചെയ്യും? മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും. The advantage of dynamic loading is that an unused routine is never loaded. അല്ലേ, നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാത്ത ഒരു ഫംഗ്ഷൻ ഒരിക്കലും നമ്മൾ മെമ്മറിയിൽ എന്ത് ചെയ്യുന്നില്ല? ലോഡ് ചെയ്യുന്നില്ല. ഇൻ ദ കേസ് ഓഫ് ഡൈനാമിക് ലോഡിംഗ്. അപ്പൊ എന്തായിരിക്കും? നമുക്ക് മെമ്മറി നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡൈനാമിക് ലിങ്കിങ് ആൻഡ് ഷെയർഡ് ലൈബ്രറീസ് ആണ്. ഈ ഡൈനാമിക് ലിങ്കിങ് എന്ന് പറഞ്ഞാൽ സെയിം ആസ് ഡൈനാമിക് ലോഡിങ്ങിനെ പോലെ തന്നെയാണ്. ബട്ട് നമ്മൾ ലിങ്ക് ചെയ്യുന്ന ടൈമിലാണ് എന്താണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നു, പിന്നെ ഈ ലിങ്കിങ് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിട്ട് അറ്റ് ദ ടൈം ഓഫ് എക്സിക്യൂഷൻ ടൈമിൽ മാത്രം അതെന്ത് ചെയ്യുന്നു? ലിങ്ക് ചെയ്യുന്നു. അതാണ് ഡിഫറൻസ്. ഡൈനാമിക് ലോഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ എക്സിക്യൂഷൻ ടൈമിൽ ആവശ്യമുള്ളത് ലോഡ് ചെയ്യുന്നു. സെയിം ആസ് നമ്മുടെ ഡൈനാമിക് ലിങ്കിങ് എന്ന് പറയുന്നത് അറ്റ് ദ ടൈം ഓഫ് എക്സിക്യൂഷൻ വരെ ഇത് ലിങ്ക് ചെയ്യുന്നത് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കും. എന്നിട്ട് അത് ആവശ്യമുള്ള സമയത്ത് മാത്രം എന്ത് ചെയ്യുന്നു? ലിങ്ക് ചെയ്യുന്നു. ഏതൊക്കെയായിട്ടാണോ ലിങ്ക് നടത്തേണ്ടത് അതുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സം ഓപ്പറേറ്റിംഗ് സിസ്റ്റം സപ്പോർട്ട് ഓൺലി സ്റ്റാറ്റിക് ലിങ്കിങ്. ചില ഓപ്പറേറ്റിംഗ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നത് സ്റ്റാറ്റിക് ലിങ്കിങ് മാത്രമാണ്. ഇൻ വിച്ച് സിസ്റ്റം ലാംഗ്വേജ് ലൈബ്രറീസ് ആർ ട്രീറ്റഡ് ലൈക്ക് എനി അതർ ഒബ്ജക്റ്റ് മൊഡ്യൂൾ ആൻഡ് ആർ കമ്പൈൻഡ് ബൈ ദ loader into binary program image. That is means binary program image എന്ന് പറയുന്നത് നമ്മൾ ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റുന്നതാണ്. The concept of dynamic linking is similar to that of dynamic loading. അപ്പോൾ അതാണ് ഇമ്പോർട്ടന്റ്. നമ്മുടെ ഈ ഡൈനാമിക് ലിങ്കിങ്ങിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സിമിലർ ടു ഏതാണ്? ഡൈനാമിക് ലോഡിങ്ങിന്റെ കോൺസെപ്റ്റുമായിട്ട് സിമിലർ ആണ്. rather than loading being postponed until execution time, linking is postponed. അപ്പോൾ നമ്മുടെ ആദ്യം പറഞ്ഞിട്ടുള്ള കേസസിൽ ഡൈനാമിക് ലിങ്കിങ്ങിൽ ലോഡിംഗ് എന്താണ്? പോസ്റ്റ്പോൺ ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഡൈനാമിക് ലോഡിംഗ്. ഓക്കെ, ഡൈനാമിക് ലോഡിംഗ് ആണ് ഓൾറെഡി പഠിച്ചത്. ഡൈനാമിക് ലോഡിംഗിൽ ലോഡിംഗ് പോസ്റ്റ്പോൺ ചെയ്യുന്നു. ഡൈനാമിക് ലിങ്കിങ്ങിന്റെ അകത്ത് ലിങ്കിങ് ആണ് പോസ്റ്റ്പോൺ ചെയ്യുന്നത് അണ്ടിൽ എക്സിക്യൂഷൻ ടൈം വരെ. വിത്ത് ഡൈനാമിക് ലിങ്കിങ് എ സ്റ്റബ് ഈസ് ഇൻക്ലൂഡഡ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. ഡൈനാമിക് ലിങ്കിന്റെ കേസിൽ ഒരു സ്റ്റബ്, ഗ്രൂപ്പ് ഓഫ് കോഡ് എന്നാണ്. എ സ്റ്റബ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഇമേജ് മീൻസ് ഒബ്ജക്റ്റ് കോഡിന്റെ അകത്ത് ഒരു സ്റ്റബ് ഇൻക്ലൂഡ് ചെയ്യും. For each library routine reference, this stub is a small piece of code. Stub എന്ന് പറയുന്നത് എന്താണ്? It is a small piece of code that indicates how to locate the appropriate memory resident library routine or how to load the library if the routine is not already present. That means ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട് ഡൈനാമിക് ലിങ്കിങ്. നമ്മുടെ പ്രോഗ്രാം മെയിൻ
ആ ഒരു മെയിൻ പ്രോഗ്രാമിൽ കമ്പൈലർ അതിന്റെ ഒബ്ജക്റ്റ് കോഡ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഒരു printf എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ദസ് printf ഈസ് അവൈലബിൾ ഇൻ ലൈബ്രറി ഫയൽ. ഓക്കെ, ദാറ്റ് മീൻസ് ഈ printf നമുക്ക് എവിടെ ഉണ്ടാവുക? printf നമ്മളുടെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയലിലാണ് ഉണ്ടാവുക. ആ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയലിനകത്ത് printf ഉണ്ട്, അതിന്റെ ഒബ്ജക്റ്റ് കോഡും അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് മെയിൻ എന്ത് ചെയ്യുന്ന വെച്ചാല് നെക്സ്റ്റ് നമ്മള് എന്താണ് ലിങ്കിങ് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലിങ്കിങ് ചെയ്തിട്ടില്ല. ഓക്കെ, ലിങ്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ലൈബ്രറി ആയിട്ട് ഇത് ലിങ്ക് ചെയ്തിട്ടില്ല. അപ്പൊ ലോഡർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ മെയിന് ഇവിടെ സ്റ്റബ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് കോഡ് ഉണ്ട്. ഓക്കെ, മെയിൻ്റെ അകത്ത് ഒരു എക്സ്ട്രാ കോഡ് ആഡ് ചെയ്യുന്ന സ്റ്റബ്. ആ സ്റ്റബ് ഈ ഒരു ഒബ്ജക്റ്റ് കോഡിനെ ലോഡഡ് ഇൻ ടു മെയിൻ മെമ്മറി. ലോഡർ വിൽ ലോഡ്സ് ടു മെയിൻ മെമ്മറി. ഓക്കെ, ആ സമയത്ത് ഈ സ്റ്റബ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യേണ്ട കാര്യങ്ങളുള്ളത്. ലൈബ്രറിയിലാണോ ഉള്ളത്, ഷെയർഡ് ലൈബ്രറിയിലാണോ ഉള്ളത്, എവിടെയാണോ ഉള്ളത് എന്നുള്ളത് ഈ സ്റ്റബിലുണ്ടാവും. സ്റ്റബ് എന്ന് പറയുന്നത് പീസ് ഓഫ് കോഡാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ printf എന്ന് പറയുന്നത് കോമൺലി എല്ലാ പ്രോഗ്രാമിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് printf. അങ്ങനെ എല്ലാ പ്രോഗ്രാംസും ഈ printf ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ printf എന്ത് ചെയ്യുന്നത് വെച്ചാൽ മെമ്മറിയിൽ ഓൾറെഡി ലോഡ് ചെയ്ത് വെക്കും. എന്നിട്ട് ഓൾറെഡി ലോഡ് ചെയ്ത് വെക്കും. കാരണം എന്താ, എല്ലാ പ്രോഗ്രാംസും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസിലും എന്തുണ്ട്, printf ഉണ്ടെങ്കിൽ printf എന്ത് ചെയ്ത് വെക്കുന്ന printfന് എല്ലാ പ്രോഗ്രാമിനും ആവശ്യമായിട്ട് വരുന്ന ഒരു കേസസിൽ printf ലോഡ് ഇൻ ടു മെമ്മറി ഓൾറെഡി നമ്മുടെ മെമ്മറിയിൽ ലോഡ് ചെയ്യും. അപ്പൊ ഈ സ്റ്റെബ് എന്നാണ് ഇൻഫർമേഷൻ കിട്ടുക. സ്റ്റെബിൽ ഇപ്പം printf ആണെങ്കിൽ printfനെ ലിങ്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ എന്താ വെച്ചാൽ ഓൾറെഡി അവൈലബിൾ ഇൻ മെയിൻ മെമ്മറി അവൈലബിൾ ആണെങ്കിൽ അത് എന്ത് ചെയ്യും, ലിങ്ക് ചെയ്യിപ്പിക്കും. പിന്നെ അല്ല മെയിൻ മെമ്മറിയിൽ ഇപ്പൊ printfന്റെ കേസ് അല്ല, വേറെ ഏതെങ്കിലും ബിൽറ്റിംഗ് ഫംഗ്ഷൻസിന്റെ റയർ ആയിട്ട് ഉപയോഗിക്കുന്ന ബിൽറ്റിംഗ് ഫംഗ്ഷൻസ് ആണ് അതിന്റെ ലൈബ്രറിയിൽ നിന്ന് ആ സമയത്താണ് അതിന്റെ ഒബ്ജക്റ്റ് കോഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഡൈനാമിക് ലോഡിങ്ങും ഡൈനാമിക് ലിങ്കും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ പറയുന്നത് നമ്മുടെ ഷെയർഡ് ലൈബ്രറീസ് ആണ്. ഷെയർഡ് ലൈബ്രറീസ് എന്ന് പറയുന്നത് ലൈബ്രറീസ് ആണ്, കാരണം ഗ്രൂപ്പ് ഓഫ് ഫയൽസ് ആണ് ഉണ്ടാവുക. ലൈബ്രറി എന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽ ലൈഫിൽ കുറെ ബുക്സും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് ഷെയർഡ് ലൈബ്രറീസ് എന്ന് പറയുന്നത് ഒരുപാട് ലൈബ്രറീസ് ആണ്. അത് ഡൈനാമിക്കലി ആണ് ലിങ്ക് ചെയ്യുന്നത്. ഓൾറെഡി ലിങ്ക് ചെയ്ത് വെക്കുന്നതല്ല, എക്സിക്യൂഷൻ ടൈമിലൊക്കെയാണ് അത് ലിങ്ക് ചെയ്യുന്നത്. എ ഷെയർഡ് ലൈബ്രറി ഈസ് എ ഫയൽ ദാറ്റ് ഈസ് ഇന്റൻഡഡ് ടു ബി ഷെയർഡ് ബൈ എക്സിക്യൂട്ടബിൾ ഫയൽസ്. എക്സിക്യൂട്ട് ചെയ്യുന്ന ഫയൽസ് ആണ് അത് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഒബ്ജക്റ്റീവ് ഫയൽസ് ഫർദർ ഷെയർ ചെയ്യുന്നത്. ദേ ആർ ലോഡഡ് ഇൻ ടു മെമ്മറി അറ്റ് ദ ലോഡ് ടൈം ഓർ റൺ ടൈം. എക്സിക്യൂഷൻ ടൈമിൽ മാത്രമേ ആ ഫയൽസ് നമ്മുടെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നു. ഓക്കെ, അല്ലാണ്ട് ലിങ്കറിന് ഒരിക്കലും കോപ്പി ചെയ്യാം, റദർ ദാൻ ബീങ് കോപ്പീഡ് ബൈ എ ലിങ്കർ ഡ്യൂറിംഗ് ദ ക്രിയേഷൻ ഓഫ് ദ എക്സിക്യൂട്ടബിൾ ഫയൽ. ഓക്കെ, ഒരിക്കലും ലിങ്കറിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എക്സിക്യൂട്ടബിൾ ഫയലിൽ കോപ്പി ചെയ്യാൻ സാധിക്കില്ല അറ്റ് ദ ടൈം ഓഫ് പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത്. പ്രോഗ്രാം റൺ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ മെമ്മറിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് CPU ആക്സസ് ചെയ്യാണ് അല്ലേ, ആ സമയത്ത് മാത്രമാണ് ഈ ഷെയർഡ് ലൈബ്രറീസിലുള്ള ഫയൽസ് ലോഡ് ചെയ്യപ്പെടുന്നത് നമ്മുടെ മെമ്മറിയിലേക്ക്. ഷെയർഡ് ലൈബ്രറീസിന്റെ ഡൈനാമിക്കലി ലിങ്ക്ഡ് ലൈബ്രറീസ് DLLS എക്സാമ്പിൾസ് ആണ് നമ്മുടെ ഷെയർഡ് ലൈബ്രറീസിന്. അപ്പോൾ ആർ സിസ്റ്റം ലൈബ്രറീസ് ദാറ്റ് ആർ ലിങ്ക്ഡ് ടു യൂസർ പ്രോഗ്രാംസ് വെൻ ദ പ്രോഗ്രാം ആർ റൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് എന്ത് ചെയ്യുന്നുള്ളൂ, ലിങ്ക് ചെയ്യുന്നുള്ളൂ. ലൈബ്രറീസ് ക്യാൻ ബി ഷെയർഡ് among മൾട്ടിപ്പിൾ പ്രോസസ്സസ് സോ ദാറ്റ് ഓൺലി വൺ ഇൻസ്റ്റൻസ് ഓഫ് ദ DLL ഇൻ മെയിൻ മെമ്മറി. അപ്പോൾ മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് ഒക്കെ ഇത് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഷെയർഡ് ലൈബ്രറീസ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, മെമ്മറിയിൽ തന്നെ ഉണ്ടാവും. അപ്പൊ എല്ലാ പ്രോസസ്സിനും അതെന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ DLLS ഉള്ള സിസ്റ്റത്തിന് ഷെയർഡ് ലൈബ്രറി എന്ന് പറയുന്നത്. ഓക്കെ, ഷെയർഡ് ലൈബ്രറീസ് എന്ന് പറയുന്നതിന് കാരണം.